നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാജ്യം ഇന്ന് ഒരു വലിയ ഓർമ്മ പുതുക്കലിൻ്റെ അഭിമാന നിമിഷത്തിലാണ്. അതായത് 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിനൊടുവിലാണ് ബംഗ്ലാദേശ് പിറക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തോട് ഏറ്റുമുട്ടിയ പാകിസ്ഥാൻ സൈന്യത്തിന് പിടിച്ചു നിൽക്കാതെ വന്നു. ഇന്ത്യൻ പ്രതിരോധ തന്ത്രങ്ങൾക്ക് മറുമരുന്ന് നൽകാൻ പാകിസ്ഥാന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ നിരുപാധികം ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്തത്. അതായത് പാക് ജനറൽമാർ പൂച്ചയെപ്പോലെ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ഇരുന്നു കൊണ്ട് കീഴടങ്ങൽ പ്രഖ്യാപനം നടത്തുന്നതും അതിൽ ഒപ്പുവയ്ക്കുന്നതുമായ ചിത്രങ്ങൾ ഇന്ന് അഭിമാനത്തോടുകൂടി ഇന്ത്യ ഓർക്കുകയാണ്. രാജ്യമെമ്പാടും 1971 യുദ്ധവിജയത്തിൻ്റെ ഓർമ്മ വിജയ ദിവസ് ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യമെമ്പാടും സൈന്യത്തിൻ്റെ ധീരതയ്ക്ക്, സൈന്യത്തിൻ്റെ ത്യാഗത്തിന് ഒക്കെ ആദരവ് അർപ്പിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം തന്നെ വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിലെത്തിയത് തണ്ണിമത്തൻ ബാഗുമായിട്ടാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ത്യൻ സൈനികരെ ആദരിക്കേണ്ട ദിവസം, അത് പ്രതീകവൽക്കരിക്കേണ്ട ദിവസം, പ്രിയങ്ക ഗാന്ധി തണ്ണിമത്തൻ ബാഗുമായിട്ടാണ് പാർലമെൻറ്റിൽ വന്നത്. തണ്ണിമത്തൻ ബാഗിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്കറിയാം. പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട്, ഹമാസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം നൽകലാണ് അതിൻ്റെ ഉദ്ദേശം. നേരത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിലും മറ്റുമൊക്കെ നമ്മുടെ ഒരു മലയാളത്തിലെ നടി ഇത്തരത്തിൽ തണ്ണിമത്തൻ ബാഗുമായി ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടു. കേരളത്തിൽ ഹമാസ് അനുകൂല തീവ്രവാദി സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നമുക്കറിയാം. ഹമാസ് അനുകൂല രാഷ്ട്രീയ പ്രസ്താവനകളും അതുപോലെ തന്നെ ഐക്യദാർഢ്യ സമ്മേളനങ്ങളുമൊക്കെ ഒരുപാട് നടന്ന ഒരു ഭൂമികയാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വയനാട്ടിൽ നിന്നുള്ള ഒരു MP ഇത്തരത്തിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ന് പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് ആര് എന്ന് നമുക്കറിയാം. ആ ജനതയോടുള്ള ഐക്യദാർഢ്യമായിരിക്കണം. ഒരുപക്ഷെ അത്തരം ആളുകൾ പലസ്തീനെ അല്ലെങ്കിൽ പലസ്തീൻ തീവ്രവാദത്തെയൊക്കെ അംഗീകരിക്കുന്നവരാണ്. എന്തിനും ഏതിനും തൊട്ടടുത്ത് ബംഗ്ലാദേശ് ഹിന്ദുക്കൾ പോലും ഇങ്ങനെ കൊല ചെയ്യപ്പെടുമ്പോൾ അത് കാണാതെ പലസ്തീൻ ജനത അതിനുവേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഒരു മുസ്ലിം മതപ്രീണനത്തിൻ്റെ ഭാഗമാണ്. മതപ്രീണനം നടത്തിയില്ല എങ്കിൽ തീർച്ചയായും വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും ബഹിഷ്കൃതയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഉപായം മാത്രമാണ്. പക്ഷേ ഇന്ത്യൻ സൈനികരെ ഒരു തവണയെങ്കിലും ഓർക്കാമായിരുന്നു. അവർക്ക് വേണ്ടി പ്രതീകാത്മകമായി എന്തെങ്കിലും വയനാട് MPക്ക് ചെയ്യുകയും ചെയ്യാമായിരുന്നു. വയനാട് ദുരിതാശ്വാസത്തിനായി കേന്ദ്ര സർക്കാർ സഹായധനം വൈകിപ്പിക്കുന്നു, ഇതുവരെ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്ന വലിയ ബഹളം ഇവിടെ നടക്കുകയാണല്ലോ. പക്ഷേ ആ ബഹളത്തിനിടയിൽ ഇന്ന് നടന്ന ഒരു കാര്യം നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യം മറ്റൊന്നുമില്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആശ്വാസമേകാനായി അല്ലെങ്കിൽ വയനാട് പുനരധിവാസത്തിനായി കുറച്ച് വീടുകൾ, 100 വീടോ മറ്റോ ആണ് കർണാടക സർക്കാർ കേരളത്തിന് വാഗ്ദാനം ചെയ്തിരുന്നു. അങ്ങനെ വാഗ്ദാനം ചെയ്ത വീടുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വാഗ്ദാനം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും സംസ്ഥാന സർക്കാർ ചടുലതയോടുകൂടി പ്രവർത്തിക്കേണ്ടതും എത്രയും വേഗം ആ സഹായം വാങ്ങിയെടുക്കേണ്ടതും, അങ്ങനെ എവിടെ വീട് നിർമ്മിക്കണം എന്നൊക്കെയുള്ള, ഏത് രീതിയിൽ വീട് നിർമ്മിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എത്രയും വേഗം കർണാടക സർക്കാരിനെ അറിയിക്കാനുമുള്ള ബാധ്യത കേരള സർക്കാരിനുണ്ട്. പക്ഷേ കർണാടക സർക്കാരിൻ്റെ ഈ വാഗ്ദാനം കേട്ട മട്ടുണ്ടായില്ല. ഈ കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇക്കാര്യം ഓർമ്മപ്പെടുത്തിയപ്പോൾ മാത്രമാണ്, അതായത് കേന്ദ്ര സഹായത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന നിങ്ങൾ ഞങ്ങൾ വാഗ്ദാനം ചെയ്ത 100 വീടുകളെക്കുറിച്ചുള്ള പ്രതികരണം തരാത്തത് എന്തേ എന്ന ചോദ്യം വന്നപ്പോഴാണ് കേരള സർക്കാർ ഇതിലെ അപകടം മനസ്സിലാക്കുന്നതും എത്രയും വേഗം പ്രതികരിക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇന്ന് കർണാടക മുഖ്യമന്ത്രിയോട് പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഇങ്ങനെയാണ്: ഈ പുനരധിവാസ പദ്ധതിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ, ഇതിനാവശ്യമായ ഭൂമി കണ്ടെത്തേണ്ടതുണ്ട്, ഈ മണ്ണിടിച്ചിൽ അടക്കമുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം ഈ പുനരധിവാസ പദ്ധതി തയ്യാറാക്കാനായി. അതുകൊണ്ട് പുനരധിവാസ പദ്ധതി ഏറെക്കുറെ ആയതിനു ശേഷം നിങ്ങളെ അറിയിക്കാം, അതിനുശേഷം സഹായവുമായി മുന്നോട്ട് പോകാം എന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വയനാട് പുനരധിവാസത്തിന് ഒരു രൂപരേഖയും കേരളം തയ്യാറാക്കിയിട്ടില്ല. എങ്ങനെ വേണം, എവിടെ വേണം, എത്ര രൂപയ്ക്ക് വേണം എന്നൊന്നും ഒരു ഐഡിയയും കേരളത്തിനില്ല. പിന്നെ എന്ത് മെമ്മോറണ്ടമാണ് കേന്ദ്രത്തിന് ഇവർ നൽകിയത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇവിടെ പണി തുടങ്ങാൻ സമയമായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കേന്ദ്ര ഫണ്ട്, കേന്ദ്ര സഹായം എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്? കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, കാലതാമസം